ശ്രീ ആയൂർ ബിജു, ഈ 2026 ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കാം. പ്രത്യേകിച്ച് ഇനിയൊരു UDF തരംഗമാണ് എന്നുള്ള ഒരു പറച്ചിൽ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുന്നണി മാറ്റം ഒരുപക്ഷെ ചില ഘടകകക്ഷികൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. തള്ളിക്കളയുമോ? പ്രിയപ്പെട്ട വിജയാനന്ദ സാറേ, ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്തിൻ്റെ പേരിലാണ് പാർട്ടികൾ മുന്നണി മാറേണ്ടത്? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതിലിപ്പം പലരും പറയുമ്പോൾ താങ്കൾ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരള കോൺഗ്രസിനെയാണ്. ഞാൻ ഒരുപാട് തവണ ഈ കേരള കോൺഗ്രസിനെ ജോസ് കെ മാണിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ആ വീഡിയോയ്ക്ക് താഴെ പലരും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറയുകയുണ്ടായി ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള വിവരം. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കരിങ്ങോഴക്കൽ തറവാട്ടിലെ ഒരു കൊടി വെച്ച കാറ് എന്നിട്ട് കുറേ കാലമായി. ജോസ് കെ മാണിക്ക് അതൊരു ആഗ്രഹമില്ലേ? കരിങ്ങോഴക്കൽ വീട്ടിൽ എത്രയോ വർഷങ്ങളായിട്ട് വാഹനം ഉണ്ടായിരുന്നു, ഈ കൊടി വെച്ച വണ്ടി. ഇപ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ നേതാവ് പാർട്ടി ചെയർമാൻ രാജ്യസഭ MP ആണ്. കൊടിയില്ലെന്നുള്ളേ ഉള്ളൂ, സ്റ്റേറ്റ് വാഹനമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ റോഷി അഗസ്റ്റിൻ, ഞങ്ങളുടെ മന്ത്രി, ഞങ്ങളുടെ കരിങ്ങോരക്കൽ വീടിൻ്റെ അല്ലെങ്കിൽ KM മാണിയുടെ സീമന്ത പുത്രനാണ്. ജോസ് കെ മാണി ആരാണോ അതിന് തുല്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയും ആ പാലായിലെ വീടും കാണുന്ന വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ KM മാണിയെ എങ്ങനെ കണ്ടിരുന്നു അതേ തലത്തിലാണ് പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 3-ാം നമ്പർ വാഹനം എന്ന് പറഞ്ഞാൽ അത് മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്വന്തമാണ്. ആ വണ്ടി റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ കിടന്നാലും ജോസ് കെ മാണിയുടെ വീട്ടിൽ കിടന്നാലും ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അത് അഭിമാനമാണ്. ഞങ്ങൾക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇനി തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതായത് പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറും പരാജയപ്പെടുന്നു. ഞങ്ങൾക്ക് 5 MLA മാരുണ്ട്, റോഷിയെക്കാട്ടും സീനിയറായ ആൾക്കാരുണ്ട്. അദ്ദേഹത്തെ നിയമിച്ചത് അപ്പോഴും ജയരാജ് സാറൊക്കെ ഉണ്ടല്ലോ, സീനിയറാണല്ലോ. അദ്ദേഹത്തെ മാറ്റിയത് റോഷി അഗസ്റ്റിനെ നിയമിച്ചത് അദ്ദേഹത്തിന് മികവ് കൊണ്ടാണ്. ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇനി ഒരുപക്ഷെ കഴിഞ്ഞ തവണ ജോസ് കെ മാണിയും കൂടെ വിജയിച്ചിരുന്നെങ്കിൽ 2 മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ലഭ്യമാകുമായിരുന്നു. ഈ റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലാണ്. പക്ഷേ ജോസ് കെ മാണിക്ക് LDFിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഒരു അതൃപ്തി നിൽക്കുന്നു. ഒരിക്കലുമില്ല. പിണറായി വിജയൻ്റെ സഖാവ് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ആരാധന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഉള്ള 1-ാമത്തെ ആള് ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന ഞങ്ങളുടെ ബഹുമാനായ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി ഉള്ളത്. നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഈ ജീവശാസ്ത്രം പുസ്തകത്തിൽ ടീച്ചർമാർ പഠിപ്പിക്കുമ്പം ഇങ്ങനെ നമ്മളെ വരച്ച് കാണിക്കും, ലെഗ് വരച്ച് കാണിക്കും. ഒരിടത്ത് 1, അതിൽ നിന്ന് 2 ലെഗ് വരച്ച് ഇങ്ങനെ പോകുന്നു എന്ന് കാണിക്കുന്ന ഓർമ്മയുണ്ടല്ലോ. അതിന് സമാനമാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധനായ ചെയർമാൻ ജോസ് കെ മാണി. അതിന് തൊട്ട് താഴെ റോഷി അഗസ്റ്റിൻ, ഞങ്ങളുടെ ജയരാജ് സാറ്, ഞങ്ങളുടെ മറ്റ് MLA മാർ, ഞങ്ങൾ ഒത്തൊരുമ. ഞാൻ ചോദിക്കട്ടെ, വിജയാനന്ദ സാറ് പല വീഡിയോകളും ചേർന്നു, ഞാൻ തന്നെ പലപ്പോഴും താങ്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അപസ്വരം ഞങ്ങളുടെ പാർട്ടിയിലെ MLA മാർ, മന്ത്രി, പാർട്ടി ചെയർമാൻ ഒരു വാക്കുകൊണ്ട് എവിടെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരാരെങ്കിലും എവിടെയെങ്കിലും കോൺഗ്രസ്സിൽ എത്രയോ വിഷയങ്ങളുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാർ പറയും. ഇപ്പോൾ തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തരൂർ പറഞ്ഞ എന്താണ്, എന്നെ ആരും ക്ഷണിച്ചില്ല, ഞാൻ പോയില്ല. ഉണ്ണിത്താൻ പറഞ്ഞു അയാളെ ആരെ ക്ഷണിക്കേണ്ട, അയാൾക്ക് വേണം വന്നൂടെ, അയാൾ വേണേൽ അയാളെ പാട്ടിന് പോട്ടെ. കണ്ടില്ലേ? പക്ഷെ ഉണ്ണിത്താനെ പോലെ അല്ലല്ലോ തരൂര്. അല്ല, അതെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ തലത്തിൽ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എതിരെ ബഹുമാനായ ഞങ്ങളുടെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി ഒരു വാക്ക് ഉച്ചരിച്ച് കേട്ടിട്ടുണ്ടോ? അത് വിനീത വിധേയത്വമൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടി ഒരു ചട്ടക്കൂടുണ്ടാക്കി രൂപപ്പെടുത്തി അതിൽ ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കുറേ കാലമായി കേരള കോൺഗ്രസ് ഒന്ന് പിളർന്ന് കണ്ടിട്ട് അതിൻ്റെ ആശങ്ക താങ്കൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോസക്കുറിപ്പം വളരും.
ജോസഫ് ഗ്രൂപ്പ് പിളരാൻ സാധ്യതയുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അറക്കൽ ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ വലിയൊരു വിഭാഗം കൊല്ലത്ത് ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ ജോണി നെല്ലൂർ ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത് ഈ ജോസഫ് ഗ്രൂപ്പാണ്. അല്ല, ഈ മകനെ കൊണ്ടുവന്നതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ ജോസഫിനകത്ത് ഇപ്പോൾ വലിയ കലഹം നടക്കുന്നത്. അത് അല്ല, അവിടെയും മാണിസാറിൻ്റെ മകനെ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ആരോപണം ഉണ്ടായത്. പക്ഷേ അതിനേക്കാട്ടി വലിയ വിഷയം ഇന്നലെ ഏതോ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നത് ആ പാർട്ടി പിളരാൻ പോകുന്നു, മോൻസിൻ്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി. പക്ഷേ വിജയൻ സാർ എഴുതി വെച്ചു, നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയവും ഡേറ്റും കുറിച്ച് വെച്ചോളൂ. ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഒരു പിളർപ്പ് ഉണ്ടാകില്ല. കാര്യം വെച്ചാൽ എന്താണ്, ഞങ്ങൾ കൃത്യതയോടെ ഞങ്ങളൊരു പാർട്ടി സ്ട്രക്ചറിലായിപ്പം പോകുന്നത്. ഒരു സെമി കേഡർ സംവിധാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുത്ത് കൊണ്ടുപോകാൻ ജോസ് കെ മാണിക്കായിട്ടുണ്ട്. അതിന് ഞങ്ങളൊരു ടീം, കൃത്യമായിട്ടൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടീം. അപ്പോൾ ആ ടീമിൻ്റെ പ്രവർത്തനപരമായിട്ട് ഞങ്ങൾ ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെ മെമ്പർഷിപ്പ് ഉൾപ്പെടെ എല്ലാം കൃത്യസമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന എല്ലാ സംവിധാനവും ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഒരവസരം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് റോഷി അഗസ്റ്റിൻ മാറിപ്പോവും, പിളർത്തിക്കൊണ്ടുപോകും. ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇതിനിടയ്ക്ക് കാര്യമായ ഒരു ചർച്ച നടന്നിട്ടില്ല. അതിനകത്ത് യു ഡി എഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, അത് ലീഗാണ് ആ ചുമതല ഏറ്റെടുത്തത്. എന്നിട്ട് തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്ന് വരെയുള്ള ചർച്ച നടന്നു. ഏതായാലും പാല കൊടുക്കത്തില്ല മാണി സി കാപ്പൻ. അപ്പോൾ തിരുവമ്പാടി വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. ഇപ്പോൾ അത് CPM ആണ് MLA ആണുള്ളത്. പക്ഷേ അത് 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അത് തിരിച്ച് ലീഗിന് പിടിക്കാം എന്നുറപ്പുമുണ്ട്. ഇത് ആരുടെ സൃഷ്ടിയാണ് ഈ കഥ? ആരുടെ സൃഷ്ടിയാണ്? ഞങ്ങളങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയെ അങ്ങോട്ട് ചിന്ത വെച്ചിട്ടില്ല. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പോട്ടെ, എൻ്റെ പാർട്ടിയുടെയൊക്കെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് വിചാരിക്കുക. ഞാനെങ്കിലും ഈ രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? താങ്കളെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു റിലവൻ്റ് ആയിട്ടുള്ള തെളിവ് ഈ തിരുവമ്പാടി വിഷയം, പാർട്ടി സീറ്റ് മാറുന്നു, CPM-നോട് സീറ്റ് ചോദിച്ചു, പറയാൻ പറ്റുമോ? ഊഹാപോഹങ്ങളിൽ നിന്ന് നമ്മൾ പണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുത്തു, നമ്മുടെ പുട്ടപർത്തിയിലെ നമ്മുടെ സായിബാബ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ആപ്പിൾ പിടിച്ചെടുക്കുമായിരുന്നു ഇല്ലേ? ഒരിക്കൽ ആരോ അവിടെ ചെന്നപ്പോൾ പുള്ളി ഒരു വാച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പിടിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ ചോദിച്ചു, എനിക്കൊരു HFTയുടെ വാച്ച്. അല്ല, HFTയുടെ വാച്ചല്ല, ഈ വാച്ച് നോക്കൂ. അത് സമാനമാണ്. ആര് പറഞ്ഞു? എന്ത് തെളിവ്? താങ്കളെപ്പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എത്രയോ കൊല്ലമായിട്ട് അനലൈസ് ചെയ്യുന്നു, രാഷ്ട്രീയത്തെ അനലൈസ് ചെയ്യുന്നു. ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവമ്പാടി ചോദിച്ചു, ഞങ്ങൾക്ക് തിരുവമ്പാടി തരാമെന്ന് പറഞ്ഞു, സീറ്റുകൾ ചർച്ച ചെയ്തു. ഒന്നുമില്ല, ചുമ്മാതെ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഓരോരുത്തരും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ സംവദിക്കുന്നു എന്നുള്ളതല്ല. നമുക്കറിയാം, ഈ കേരള കോൺഗ്രസിനകത്ത് പ്രബലമായ സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. അതിൽ മാറ്റമില്ലല്ലോ. തെറ്റാണ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പള്ളിക്കാരും പട്ടക്കാരുമാണ്. പക്ഷേ ഇത്തവണ പള്ളിക്കാർക്കും നിർബന്ധമുണ്ട്, മുന്നണി മാറിയാൽ കൊള്ളാം, പിണറായി വിജയൻ്റെ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് തൃപ്തിയില്ല എന്നുള്ള പലതരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ പിന്നാമ്പുറ കഥകളും നിൽക്കുന്നില്ലേ? സാറേ, ഈ പിന്നാമ്പുറ കഥകളാണ് ഞാൻ തള്ളിക്കളയുന്നത്. ഞങ്ങളുടെ ചീഫ് വിപ്പ് ആരാണ്? ഏത് പ്രബല രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാ? അല്ല, ഏത് പ്രബലമായ സമുദായത്തിലുള്ളതാ? N. ജയരാജ് എന്ന് പറയുന്നത് NSSൻ്റെയൊക്കെ വലിയ നേതാവാണ്. അതേപോലെ ഞങ്ങളുടെ മറ്റൊരു MLA ഉണ്ട്, പ്രമോദ് നാരായണൻ, റാന്നി MLA. അദ്ദേഹവും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളതല്ല. ഞങ്ങളുടെ 5 MLA-മാരിൽ അല്ല, കേരള കോൺഗ്രസ് പ്രവർത്തകരിലും ഒക്കെ തന്നെ ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയാം. കൊല്ലത്ത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ ട്രാക്കോ കേബിളിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ഏത് പ്രബല വിഭാഗത്തിലുള്ള അദ്ദേഹം നായർ തറവാട്ടിലെ അന്തസ്സുള്ള നായർ തറവാട്ടിലെ അംഗമാണ്. സംസ്ഥാന അനുസരിച്ച് അറക്കൽ ബാലകൃഷ്ണപിള്ള, PK സജീവ് തുടങ്ങി ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടുതൽ ഭാഗവും ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരല്ല. അതൊക്കെ എന്താ, പണ്ട് കാലങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടി ക്രിസ്ത്യാനികളുടെയും കായൽ മുതലാളിമാരുടെയും പാലയിലുള്ള തോട്ടം മുതലാളിമാരുടെയും പാർട്ടിയാണെന്നൊരു വാദമുണ്ടായിരുന്നു. അതൊക്കെ പോയെന്നേ.
ഞങ്ങളുടെയൊക്കെ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവർ, ഞങ്ങളുടെ പേരാമ്പല സ്ഥാനാർത്ഥിയുണ്ട് മുഹമ്മദ് ഇക്മാൽ, അറിയാമല്ലോ, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ രവീന്ദ്രൻ മാഷുമായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളുണ്ട്. ബെന്നി ബെഹനാൻ അല്ല പരാജയപ്പെട്ടല്ലേ, അല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിട്ട് മത്സരിച്ച് അങ്ങനെ എത്രയോ നേതാക്കന്മാർ, മുസ്ലിം നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്, എത്രയോ ഹൈന്ദവ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ ബോർഡ് കൊടുത്തേക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയ ബോർഡ് ചെയർമാന്മാരിൽ ഒരാൾ നമ്മുടെ വെള്ളാപ്പള്ളി ഗണേശൻ പ്രതിദാനം ചെയ്യുന്ന ഈഴവ സമുദായത്തിൽ നിന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയമാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് എപ്പോഴും ഭരണം ഉണ്ടായിരിക്കണം എന്നുള്ള കൂട്ടത്തിലാണ്. ഒരുപക്ഷെ 2026 LDFന് ഭരണത്തിൽ നിന്ന് തെറിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത് ജോസ് കെ മാണി വിഭാഗം മുന്നണി മാറ്റത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത്. സാറേ, ഞങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ മാറിയത്? ഞങ്ങളെ മാറ്റി നിർത്തിയപ്പോഴാണ്. അത് ബെന്നി ബെഹനാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സാറിന് ഓർമ്മയാവുന്നുണ്ടല്ലോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDFൽ തുടരാൻ അർഹതയില്ല. ഞാൻ ആ വാക്ക് കൃത്യമാണ്. ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഈ മുന്നിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞങ്ങൾ പുറകോട്ട് പോയതല്ല, ഞങ്ങളെ മാറ്റപ്പെടുത്തുകയാണ്. അതിൻ്റെ ഫലം അവരനുഭവിച്ചു. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ 5 കൊല്ലം അതുകൊണ്ട് തന്നെ അവർ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. വിജയൻ സാർ ഓർമ്മിച്ചോ, ഇനി ജീവിതത്തിൽ ഈ പറയുന്ന മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരത്തില്ല. അടുത്ത 24 ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. വോട്ടിംഗ് ശതമാനം ഒരു നിലമ്പൂരല്ല, കോൺഗ്രസ് തൃശ്ശൂർ എന്താ സംഭവിച്ചേ? കോൺഗ്രസിൻ്റെ 86,000 വോട്ടുകൾ എങ്ങോട്ട് പോയി? BJP സ്ഥാനാർത്ഥിക്ക് പോയി. ഞങ്ങളുടെ വോട്ട് ശതമാനത്തിൽ കൂടുതലുണ്ടായി. ഞങ്ങൾക്ക് 10,000 വോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൂടുതലാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP കൊണ്ടുപോയാൽ അത് ഉത്തരവാദിത്വം ഞങ്ങളാണോ? തിരുവനന്തപുരത്ത് ആരുടെ വോട്ടാണ് കുറയുന്നത്? ഞങ്ങളുടെയാണോ? നേമത്ത് ഞങ്ങൾ അവരുടെ അക്കൗണ്ട് പൂട്ടിച്ചില്ലേ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടിലോ വോട്ടിംഗ് ശതമാനത്തിലോ ഒരു കുറവ് വരുന്നില്ല. പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ്, തോൽക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ അജണ്ട അവരായിട്ട് നടത്തി കൊടുക്കുകയാണ്. അവിടെ ഞങ്ങൾ പിടിച്ചു നിൽക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിഷമവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ അപ്പോൾ 2026 വീണ്ടും അധികാരത്തിൽ വരും. 2026 സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങിയെന്ന്. ജോസ് കെ മാണിയും മുന്നണിയിൽ ഉണ്ടാകും. ജോസ് കെ മാണി എന്നല്ല, കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ സേഫ് സോണിലാണ്. ഇപ്പോൾ ഞങ്ങൾ സേഫ് സോണിലാണ്. ഞങ്ങൾ എന്തിൻ്റെ പേരിൽ ഞങ്ങൾ മാറി നിൽക്കണം? എന്തിന് ഞങ്ങൾ വെളിയിൽ പോകണം? എന്തെങ്കിലും വിഷയം ഉണ്ടാവണ്ടേ? ഞങ്ങൾക്ക് ചീഫ് വിപ്പ് സ്ഥാനം തന്നു, മന്ത്രിസ്ഥാനം തന്നു, അർഹമായ മറ്റ് സാധനങ്ങൾ തന്നു. പിന്നെ ഞങ്ങളെന്തിന് കലഹിക്കണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ പാർട്ടി ചെയർമാനോ പാർട്ടി മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞങ്ങളുടെ നിലപാടും കൂടിയാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളങ്ങനെ എടുത്തു ചാടി ഈ PC ജോർജോ അല്ലെങ്കിൽ PV അൻവറോ എടുക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് പാർട്ടി. പണ്ട് KM മാണി സാറ് അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ 10,000 മടങ്ങ് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ. അതുകൊണ്ട് വെറുതെ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ ഞങ്ങൾ എങ്ങും പോകില്ല. ഞങ്ങളുടെ നിലപാട് രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങളെ UDFൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആൾക്കാർക്ക് ഒരു മധുര പ്രതികാരമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങൾ നിലപാട് മാറ്റണമെങ്കിൽ അതിന് രാഷ്ട്രീയപരമായ ഒരു കാരണമുണ്ടാകാം. 10-35 കൊല്ലം ഞങ്ങൾ UDFിനോട് നിന്ന് അറിയാവുന്ന സാധനം ഒരിക്കൽ പോലും ഞങ്ങൾ മാറി നിന്നിട്ടില്ല. UDFിൻ്റെ നയ രൂപീകരണത്തിൽ ഞങ്ങളായിരുന്നു മാണി സാറ് മുൻപന്തിയിൽ. ഇപ്പോൾ ഞങ്ങൾ മുൻപന്തിയിൽ അല്ല എങ്കിൽ പോലും ജോസ് കെ മാണി ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ നയ രൂപീകരണത്തിൽ
വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സേഫ് സോണിലാണ്. 2026 26, 5, 31 ഇന്നത്തെ സാഹചര്യം ഞങ്ങൾ LDF-നോട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.